സത്യമാടി ഞാൻ ഇറങ്ങും. ഇത് രാത്രി അച്ഛൻ കൊറേ നാളായല്ലോ അച്ഛനെ കണ്ടിട്ട്. എന്ത് പറ്റി ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ? ഒന്നുമില്ല മോളെ, സ്മിതേ അവള് വന്ന് അമ്മയെ അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി. നമ്മുടെ കൊച്ചു വീടായോണ്ടേ എല്ലാം കൂടെ നിൽക്കാനുള്ള സൗകര്യമില്ല. 1-2 ആഴ്ച അവിടെ നിൽക്കട്ടെന്ന് അവൾ പറയുകയും ചെയ്തു. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ച് ദിവസം ഇവിടെ വന്ന് എൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതാ. അയ്യോ അച്ഛൻ അതിനെന്താ, 2 ആഴ്ചയാകുന്നതിന് അച്ഛൻ 2 വർഷം നിന്നാലും അച്ഛനെ ഞാൻ പൊന്നു പോലെ നോക്കത്തില്ലേ? അച്ഛൻ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ ഇടയ്ക്കിങ്ങനെ ചേട്ടടിക്ക് പറയുകയും ചെയ്തു അച്ഛനെ കാണുന്നില്ലല്ലോ എന്നാലും അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നു. അച്ഛൻ ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. അച്ഛാ എനിക്ക് 10 മണിയാകുമ്പോൾ ഓഫീസിൽ കയറണം. പോയിട്ട് വന്നാണ്. എന്തായാലും അച്ഛൻ കുറച്ച് ദിവസം ഉണ്ടല്ലോ ഇവിടെ. ഏട്ടാ പോവല്ലേ, ഏട്ടാ നിൽക്ക്. ഏട്ടാ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുക, വാങ്ങിക്കൊണ്ട് വരണേ. പിന്നെ അച്ഛന് കരിമീനല്ലേ ഇഷ്ടം? ചേട്ടാ 1 കിലോ കരിമീനോട് വാങ്ങിച്ചോണ്ട് വരണേ, അച്ഛന് വാർത്തൊക്കെ കൊടുക്കാന്. മറക്കല്ലേ പച്ചക്കറിയുടെ കാര്യം. അച്ഛൻ ചായക്ക് മധുരം കുറച്ച് പോരെ? ചായ കൂടി ഇപ്പം അങ്ങനെ ഇല്ല മോളെ. പിന്നെ മോളെ സ്നേഹത്തോടെ ചോദിച്ചതല്ലേ, കുറച്ച് മതി. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ ചായ ഇട്ടുണ്ട് വരാം. ഓ നീ ഇവിടെ ഇരിക്കണോ? നീ പോയ ചായ ഇട്. എടി നിന്നോടാ പറയാ ചായ ഇടാനെന്ന്. ഒന്നാമത് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് എടുത്തിരിക്കുക, ചുമ്മാ എന്നെ കൊണ്ട് ഭ്രാന്ത് പിടിക്കാ. ചായ ഇടറി. ചേട്ടാ എന്റെ മാല കാണുന്നില്ല. മാല കാണുന്നില്ല? എന്തോടി പറയുന്നത്? ഞാൻ കുളിക്കാൻ പോയപ്പോ ഇവിടെ ഊരി വെച്ചതാ. കുളിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ആ സാധനം കാണാനില്ല. ഞാൻ അതിന്റെ ടെൻഷനില്ല. എടി 1-2 രൂപയുടെ മുതലാണോ അത്? എവിടെ ആവാ കണ്ടുപിടിച്ചോ? ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളുടെ പറച്ചിലെടുക്കും ഞാനിങ്ങോട്ട് കൊണ്ട് കളഞ്ഞാണെന്ന്. ഞാൻ കുളിക്കാൻ പോയപ്പോ ഇവിടെ ഊരി വെച്ച സാധനമാണ്. ഞാൻ പോയപ്പോ അച്ഛൻ മാത്രമേ അപ്പുറത്തുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നപ്പോ അത് കാണുന്നുമില്ല. നിന്റെ വർത്തമാനം കേട്ടതോ അച്ഛനാ എടുത്തുള്ളത്? അയ്യോ, ഞാൻ നിങ്ങളുടെ അച്ഛനെടുത്തൊന്നും പറഞ്ഞില്ല. സാധനം കാണുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല അച്ഛനെടുത്തെന്ന് ഞാൻ പറഞ്ഞോ? നിന്റെ വർത്തമാനം കേട്ടോ അങ്ങനെ തോന്നിയത്. ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്, എവിടെയൊക്കെ പോയി നോക്ക്, എവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഞാനും നോക്കാം. ചെല്ലി പറയാൻ ലോട്ടറി ഉണ്ട് അടിക്കാത്ത. ചേട്ടാ ചേട്ടാ, മാലി ഇതെവിടെ നിന്ന് കിട്ടി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾ അച്ഛനായിരിക്കും എടുത്തിട്ടുണ്ടാവുകയെന്ന്. മാലയോ? എന്റെ പൊന്നു മോനെ ഞാൻ എടുത്തില്ല മോനെ. ഞാനിവിടെ കിടന്ന് ഉറങ്ങിയപ്പോഴേ എന്തോ ഒരു തലയാണയുടെ കീഴിൽ എന്തോ കൊണ്ട് വെക്കുന്നതിന്റെ കൂട്ട് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വല്ലതും കൊണ്ട് വിരിച്ചതാണോ എന്തോ എന്ന് വിചാരിച്ചു. എന്റെ പൊന്നു മക്കളാണ് സത്യം, ഞാനൊന്നും എടുത്തില്ല മോനെ. എനിക്കറിയാമല്ലോ എന്നെ. സത്യമാടി എന്റെ അച്ഛനും ഞങ്ങളും ഇതുവരെ ഒരാളുടെ മുതൽ എടുത്തിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. എന്റെ അച്ഛനെനിക്ക് നല്ല വിശ്വാസ. എനിക്ക് വിശ്വാസമില്ലാതെ നിന്നെ. കാരണം ഇതുവരെ ഈ മാല നിന്റെ കഴുത്തിൽ നിന്ന് ഊരി ഞാൻ കണ്ടിട്ടില്ല. പണയം വെക്കാൻ ചോദിച്ചിട്ട് പോലും നീ എനിക്ക് തന്നിട്ടില്ല. ഇന്ന് നീ ആ മാല പോയി, അപ്പൊ അതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. നീ സത്യം പറഞ്ഞോ? എടി നിന്റെ അച്ഛനെ ആങ്ങളെ ഞാൻ ഇപ്പൊ വിളിച്ചു വരുത്തും. നിന്നോട് സത്യം പറയാനാ ഞാൻ പറഞ്ഞത്. എടി സത്യം പറയാ പറഞ്ഞത്. പറയടി. എനിക്കിഷ്ടമല്ല നിങ്ങളുടെ അച്ഛൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കിഷ്ടമല്ലാഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്തയാ നിങ്ങളുടെ അച്ഛനെ കള്ളനാക്കി ഇവിടുന്ന് ഓടിക്കാൻ. ഓ നീ അവൻ മനഃപൂർവ്വം ചെയ്ത എന്റെ അച്ഛനെ കള്ളാക്കാൻ വേണ്ടിയില്ലേ? അതെ, നിങ്ങളും ഞാനും മാത്രം മതി ഈ വീട്ടിൽ. മനഃപൂർവ്വം തന്നെ ചെയ്തയാ, ഞാൻ ഇനിയും ചെയ്യും. എടാ ചുമ്മാതിരി.
എടാ ഇപ്പോഴത്തെ പെൺപിള്ളേരെല്ലാം ഇങ്ങനെയാണ്. അവർക്ക് ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കണം. വേറെ ആരോട് സ്നേഹം പങ്കുവെക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ മക്കളുണ്ടാകുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. എൻ്റെ മോളെ, നീ എന്തോ കുരുട്ടുബുദ്ധി ആലോചിച്ചാലും എന്നെ ഇവിടുന്ന് ഓടിക്കാമെന്ന് നീ മനസ്സിൽ പോലും വിചാരിക്കണ്ട. എൻ്റെ മോനായി എനിക്ക് തെളിവ് തരുന്നത്. നീ തൽക്കാലം പോയി കടുപ്പത്തിൽ 2 തേയിലവെള്ളം എടുത്തുകൊണ്ട് പോവാ. ശകലവേ നാരങ്ങാവൂടെ അത് പിഴിഞ്ഞേനെ ദഹിക്കട്ടെ. എൻ്റെ അച്ഛനെ ഓടിക്കാനേ നിന്റെ അമ്മ ഇതിലും വലിയ പയറ്റിയതാ. എന്നിട്ട് നടന്നില്ല. പിന്നെ ഇവള് ഒത്തില്ല.